ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വയിൽ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ദിവസം ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അത്യുത്തമമായ ഒരു അനുഷ്ഠാനം ഏതാണ് എന്ന് ഒന്ന് അറിയിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു. റസൂൽ പറഞ്ഞു, അസ്സുല, അത് നമസ്കാരമാണ് എന്ന്. സുമ്മമഹ്, പിന്നെ ഏതാണ് നബി? അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് പറയുക? റസൂൽ പറഞ്ഞു, അസ്സുല, പിന്നെയും നമസ്കാരമാണ് എന്ന്. സുമ്മമഹ്, നബി അടുത്തത് ഏതാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഇനി അടുത്തത് ഏത് എന്നറിയാൻ ആഗ്രഹമുണ്ട്, പറയൂ എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അസ്സുല, നമസ്കാരം തന്നെയാണ് എന്ന്. സുമ്മമഹ്, പിന്നെ ഏതാണ് നബി എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ് എന്നും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് ഏറ്റവും ഉത്തമമായ, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമൽ ഏതെന്ന് ചോദിക്കുമ്പോൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമസ്കാരം എന്ന് തന്നെയാണ്. എന്തുകൊണ്ട് അത്ര ഗൗരവത്തോടെ നമസ്കാരത്തെ റിപ്പീറ്റ് ചെയ്തു ആവർത്തിച്ചു പറഞ്ഞു? മറ്റ് ഏതൊരു അനുഷ്ഠാനത്തെക്കാളും ഏതൊരു കർമ്മത്തെക്കാളും ഒരു 3 മടങ്ങെങ്കിലും മുകളിൽ നമസ്കാരത്തെ പരിഗണിക്കണമെന്നുള്ള ഒരു ഉപദേശം നമ്മുടെ മുമ്പിലേക്ക് വെക്കാൻ വേണ്ടിയാണ്. അത്രയേറെ ഗൗരവമുണ്ട് നമസ്കാരത്തിന്. ഈ പ്രതിദിനം നമ്മൾ നമസ്കരിക്കുന്ന ഈ 5 നേരത്തെ നമസ്കാരം, ഈ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതെന്താണ്? കുറേ കായികമായ ചില പ്രവർത്തനങ്ങൾ, ചില വാചകങ്ങൾ, അതോടൊപ്പം തന്നെ ചില സ്മരണകൾ, ചില ചിന്തകൾ, അങ്ങനെ കേവലം നമുക്കൊറ്റ നോട്ടത്തിൽ ലളിതമായ ചില പ്രവർത്തനങ്ങൾ മാത്രമെന്ന് തോന്നാവുന്ന ഈ പ്രക്രിയ എന്നുള്ളത് ഇതിവിടെ നടന്നില്ലെങ്കിലും അത്ഭുതമൊന്നുമില്ല. ഇതൊരാൾ ചെയ്തത് കൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. അത് ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനിൽ നിന്നുണ്ടായില്ല എങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങളോ അതിൻ്റെ സജ്ജീകരണങ്ങളോ തകർന്നു പോകാൻ പോകുന്നില്ല. അപ്പോൾ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ വലിയ പ്രതിഫലമുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചലനം സമൂഹത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്നതുമായ ഒന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൻ്റെ ഈ പ്രവൃത്തി. അത്ര നിസ്സാരമായി നമുക്ക് തോന്നാറുള്ളത്. നമ്മുടെ ബാഹ്യമായി നോക്കുമ്പോൾ എന്താണ് നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ പിറകിലെ താല്പര്യം, എന്താണ് തേട്ടം, എന്താണ് ലക്ഷ്യം അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമസ്കാരത്തെ പൊതുസമൂഹം നോക്കിക്കാണുന്നത്. നമ്മളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. അത്ര ഗൗരവമേ നമ്മൾ നൽകിയിട്ടുള്ള നമസ്കാരത്തിന്. ആഴ്ചയിൽ വെള്ളിയാഴ്ചയിൽ നമസ്കരിക്കാൻ ജുമുഅക്ക് സമ്മേളിക്കുന്ന ആൾക്കൂട്ടം, ഈദ് നമസ്കാരങ്ങൾക്ക് വേണ്ടി സമ്മേളിക്കുന്ന സമ്മേളനങ്ങളുടെ ആൾക്കൂട്ടം എന്തുകൊണ്ട് ളുഹറിനും അസറിനും മഗ്രിബിനും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? നമസ്കാരം എന്നുള്ള പ്രക്രിയയോട് നമ്മുടെ ഒരു താല്പര്യം എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത്രയും നിസ്സാരമായ ഒരു പ്രക്രിയ ആയിട്ടാണ്. വലിയ ഗൗരവപ്പെട്ട സംഗതി എങ്ങുമല്ല. സമയം കിട്ടുമ്പോഴൊക്കെ നമസ്കരിക്കണം. ഈ നിക്കാഹ് നടക്കാൻ പള്ളിയാണ് സെലക്ട് ചെയ്തത്, പള്ളിക്കകത്ത നിക്കാഹ്. അപ്പൊ നിക്കാഹിന് സമ്മേളിച്ചവരെല്ലാം അവിടെ ബാങ്ക് വിളിച്ചപ്പോൾ നമസ്കരിച്ചു. മയ്യിത്ത് കൊണ്ടുവച്ചപ്പോൾ അപ്പോഴും മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി പങ്കായവർ നോക്കിയപ്പോൾ നമസ്കാരം പള്ളിയിൽ നടക്കുന്നു, ഒപ്പം നമസ്കരിച്ചു. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ നനയാതെ ഓടിക്കേറി നിന്നത് പള്ളിത്തിണ്ണയിലായതുകൊണ്ട് അവിടെ ബാങ്ക് വിളിച്ചപ്പോൾ അപ്പോഴും നമ്മൾ നമസ്കരിച്ചു. നമസ്കാരമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ കടന്നു പോകുന്ന വഴികളിലും നമ്മുടെ കാല് തട്ടുന്ന മുള്ളുകളും കല്ലുകളും പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വന്നു ചാടുന്ന നമസ്കാരങ്ങളെ നമസ്കരിച്ചിട്ട് നിസ്കാരക്കാരെന്ന് പറഞ്ഞ് നമ്മൾ സായുജ്യം അടഞ്ഞു പോവാണ്. കാരണം അത്ര ഗൗരവത്തോടെ ഇതിനു വേണ്ടി സമയം മാറ്റി വെക്കുക, നമസ്കാരത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അത് നിങ്ങൾ തൽപരരല്ല. നമ്മൾ എന്തുകൊണ്ട് നമ്മളതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കിയിട്ടില്ല. റസൂൽ അതുകൊണ്ട് ആവർത്തി പറഞ്ഞത്, 3 ആവർത്തിയും പറഞ്ഞത് നമസ്കാരം, 3 ആവർത്തിയും നമസ്കാരം എന്ന് ആവർത്തിച്ച് പറഞ്ഞതിന്റെ കാര്യം അതിന്റെ ഗൗരവം നമ്മൾ ബോധ്യപ്പെടുത്താനാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന, ഒരു ഉമ്മ പ്രസവിച്ച് പിറന്നു നൽകുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവന്റെ തിരിച്ചറിവിന്റെ പ്രായം മുതൽക്ക് അവൻ എടുക്കുന്ന ഒരു ഡിസിഷൻ, ഒരു തീരുമാനമുണ്ട്. എന്നെ സൃഷ്ടിച്ചൊരു നാഥനുണ്ട്, ആ നാഥനാണ് എൻ്റെ സൃഷ്ടാവ് എന്നൊരു വിശ്വാസം. ആ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ഉത്തമമായ പ്രവൃത്തി നമസ്കാരമാണ്.
ഈമാൻ, നമ്മൾ ഈമാനെ കുറിച്ച് ചർച്ച ചെയ്യും നിരന്തരമായിട്ട്. വിശ്വാസം നന്നാക്കണമെന്ന് നമ്മൾക്ക് ആലോചനയുണ്ടാകും, വിശ്വാസത്തെക്കുറിച്ചുള്ള ഗൗരവം നമുക്കുണ്ടാകും. പക്ഷെ ആ ഈമാൻ ഉണ്ടാകുന്ന ഒരു വിശ്വാസിയിൽ നിന്ന് നമസ്കാരം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതിന്റെ വിഷയത്തിൽ ഒരു പഞ്ച്വാലിറ്റി ഇല്ല, ഒരു കൃത്യതയില്ല. നമസ്കാരം അതിഗൗരവപ്പെട്ട ഒരു വിശിഷ്ടമായ അമലാണ് എന്നൊരു ബോധ്യം നമുക്കില്ല. നമ്മൾ നിസ്സാരമായിട്ട് തോന്നുമ്പോൾ നിസ്കരിക്കുന്നു, ഇല്ലാത്ത നിസ്കാരമില്ല. നമുക്ക് ദുനിയാവാണ് പ്രധാനം, ഈ നിലയിലാണ് നമസ്കാരത്തെ നമ്മൾ അവഗണിക്കുന്നത്. അള്ളാഹുവിനോടുള്ള ഒരു മനുഷ്യന്റെ മിനിമം ബാധ്യത നമസ്കാരം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ ലോകത്ത് പടച്ചവന്റെ സൃഷ്ടികളായി സംവിധാനിക്കപ്പെട്ട എല്ലാത്തിനും റബ്ബിനോട് നന്ദി കാണിക്കാൻ ബാധ്യതയുണ്ട്. അതിവിടെ കല്ലാണെങ്കിലും ശരി, കാഞ്ഞിരക്കുറ്റിയാണെങ്കിലും ശരി, മരമാണെങ്കിലും പക്ഷികളാണെങ്കിലും കീടങ്ങളാണെങ്കിൽ പോലും പടച്ചവന് തസ്ബീഹ് ചെയ്യാൻ, പടച്ചവന് നമസ്കരിക്കാൻ ബാധ്യതയുണ്ട് സർവ്വ സൃഷ്ടികൾക്കും. റബ്ബിനെ നമസ്കരിക്കാത്ത ഒരു സൃഷ്ടിയും ഭൂമി ലോകത്തില്ല. റബ്ബിനെ നമസ്കരിക്കാത്തതായി ഒരു സൃഷ്ടികളെയും അല്ലാഹു സംവിധാനിച്ചിട്ടില്ല. ഒരു സൃഷ്ടിയുടെ സൃഷ്ടാവിനുള്ള മിനിമം ബാധ്യതയാണ് നമസ്കാരം. പക്ഷെ അതിന് രൂപങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനെ നമസ്കരിക്കുകയും തസ്ബീഹ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. പക്ഷെ ഓരോന്നിനും ഓരോ ശൈലിയുണ്ട്. ഈ കല്ലുകളും മുള്ളുകളും മരങ്ങളും ഒക്കെ ഓരോന്നും, ഓരോ പക്ഷികൾ പോലും പടച്ചവനോട് നമസ്കരിക്കുന്നുണ്ട് എന്ന്. അവർ നമസ്കാരത്തിന് രൂപം വേറെ, അത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതൊക്കെ അതിന് ജനിതക കോഡുകൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ അതിന്റെ മേലുള്ള ബാധ്യതയും അല്ലാഹു അതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. നമസ്കരിക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവകൾ നമസ്കരിക്കുകയാണ്. ഓരോ ജീവവർഗങ്ങളും ഓരോ സസ്യലതാദികളും അല്ലാഹുവിന്റെ ദിക്റിലാണുള്ളത്. പക്ഷെ മനുഷ്യന്റെ ഇച്ഛാസ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് മനുഷ്യനെ പടച്ചുവിട്ടവൻ അവന് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പറഞ്ഞു നമസ്കരിക്കണേ എന്ന്. നമ്മുടെ ബാധ്യതയാണത്, ഒരു മിനിമം ബാധ്യത. അത് നമ്മൾ നിറവേറ്റുന്നില്ല. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അർഹത തന്നെ നമസ്കാരമാണ്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിതം നൽകിയ പടച്ചവൻ 24 മണിക്കൂറായിട്ട് ഒരു ദിവസത്തെ സംവിധാനിച്ചു. ആ ഒരു ദിവസത്തെ സംവിധാനിച്ച അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടാൻ 5 നേരത്തെ നമസ്കാരം. 5 നേരം നമസ്കരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയോട് അല്ലാഹു ആവശ്യപ്പെടുന്ന കാര്യമാണ്. 24 മണിക്കൂർ സമയം തന്നിട്ട് എന്തിനാണ് അത് ആവശ്യപ്പെടുന്നത്? അതിന്റെ ഗൗരവ സ്വഭാവം നമ്മൾ ആലോചിക്കണം. 24 മണിക്കൂർ എന്ന്. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്യുന്നു? ഈ 24 മണിക്കൂറിനെ 2 പകുതിയാക്കി മാറ്റി. ഒരു പകുതി പകലാണ്, ഒരു പകുതി രാത്രിയാണ്. പകലിനെ അല്ലാഹു നമുക്ക് ഉപജീവനത്തിന് ഉതകുന്ന വിധത്തിൽ പ്രഭാപൂരിതമാക്കി മാറ്റി. നമുക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണമല്ലോ, ഉപജീവനം ഉണ്ടാക്കണം, പണിയെടുക്കണം, ജോലി ചെയ്യണം. അതിനുവേണ്ടി പകലിനെ സംവിധാനിച്ചു. പകൽ പണിയെടുത്ത് ക്ഷീണിക്കുന്നവൻ ഉറങ്ങാൻ വേണ്ടിയിട്ടൊരു പുതപ്പ് പോലെ രാത്രിയെയും സംവിധാനിച്ചു. അങ്ങനെ 24 മണിക്കൂർ നമുക്ക് ജീവിക്കാൻ നൽകിയ അല്ലാഹു ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി ജീവിക്കാം. നമുക്കൊക്കെ ആഗ്രഹങ്ങളില്ലേ? നമുക്ക് ആഗ്രഹമില്ലേ? ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഓരോ മനുഷ്യനും. നീ കച്ചവടം ചെയ്തോ, നീ സർക്കാർ എംപ്ലോയി ആയിക്കോ, നീ പഠിക്കാൻ പോ, നീ പാടത്ത് പണിയെടുക്ക്, എന്തുമായിക്കോട്ടെ, അവരനെ ദ്രോഹിക്കാത്ത ഏത് നന്മയും ഏത് ആഗ്രഹവും നിനക്ക് പൂർത്തീകരിക്കാം. അല്ലാഹു അനുവാദം നൽകി. മക്കളെ സ്നേഹിക്കണ്ടേ നിങ്ങൾക്ക്? ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കണ്ടേ? മാതാപിതാക്കൾക്കൊപ്പം നടക്കണ്ടേ നിങ്ങൾക്ക്? അങ്ങനെ കൂട്ടുകാർക്കൊപ്പം നിങ്ങൾക്ക് കിന്നാരം പറഞ്ഞിരിക്കണ്ടേ? സൗഹൃദങ്ങൾ പങ്കിടണ്ടേ? ആയിക്കോട്ടെ, അല്ലാഹു അനുവദിക്കാണ്. 24 മണിക്കൂർ സമയമുണ്ട്. എല്ലാം കഴിഞ്ഞൊന്നുറങ്ങാൻ പുതച്ചുറങ്ങുന്ന പുതപ്പ് പോലെ രാത്രിയും ഞാൻ സംവിധാനിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ നിങ്ങൾക്ക്. ഉറങ്ങണ്ടാന്ന് മനുഷ്യരോട് പറഞ്ഞിട്ടില്ല. ഉറങ്ങു മനുഷ്യരെ എന്ന്, കൂട്ടുകൂടു മനുഷ്യരെ എന്ന്, മാതാപിതാക്കളെ പരിഗണിക്കാൻ, മക്കളെ ലാളിക്കാൻ, ഭാര്യയോട് സ്നേഹം പങ്കിടാൻ. അല്ലാഹു ഇതൊക്കെ ചെയ്യൂ മനുഷ്യരെ എന്നല്ല പറയുന്നത്. ഇതെല്ലാം ചെയ്യൂ മനുഷ്യരെ എന്ന്. എന്നിട്ട് അല്ലാഹു പറഞ്ഞതാണ് വെള്ളിയാഴ്ച എടുത്തു പറയുകയാണ് ഇവിടെ ചെയ്തത്. വെള്ളിയാഴ്ച മാത്രമല്ല, ഇത് പൊതുവിലുള്ള ഉപദേശമാണ്. വെള്ളിയാഴ്ച എടുത്തു പറഞ്ഞുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദിവസം എന്ന നിലയിൽ വെള്ളിയാഴ്ച പരിഗണിക്കപ്പെട്ടു. പൂർവ്വ സമൂഹങ്ങളിലെല്ലാം തന്നെ ഒരു ദിവസം ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഉപജീവനമില്ല, അന്ന് ദുനിയാവുമായിട്ട് കണക്ഷൻ ഇല്ല. പരിപൂർണമായിട്ട് അള്ളാഹുവിന്റെ ആരാധനയ്ക്ക് വേണ്ടി ആ ദിവസത്തെ മാറ്റിവെക്കണം. അന്ന് ജോലിക്ക് പോകാൻ പാടില്ല. അതായിരുന്നു സിസ്റ്റം. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞത് വെള്ളിയാഴ്ച നിങ്ങൾക്ക് വേണ്ടി എടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ്. എന്നിരുന്നാൽ പോലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നേ ദിവസം സുബഹി മുതൽ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാറിയിരിക്കേണ്ടതുണ്ട്. അസ്തമയം വരെയും അങ്ങനെ പാലിക്കേണ്ടതുണ്ട്. അത് ബാധ്യതയാണ്. നിങ്ങൾ കണക്കാക്കണ്ട. ബാങ്ക് വിളിക്കുന്നത് വരെയും സമയമുണ്ട്. ജുമാക്ക് വേണ്ടി ബാങ്ക് വിളിക്കുന്നത് വരെയും സമയമുണ്ട്. എന്തിന്? ദുനിയാവിന് വേണ്ടി പണിയെടുക്കാൻ, കച്ചവടം ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യത്തിന് പുറത്തു പോകാം, ജോലി ചെയ്യാം, ഏത് മേഖലയിലും ബന്ധപ്പെടാം. ബാങ്ക് വിളിച്ചാലോ, ബാങ്ക് വിളിച്ച പിന്നെ അവസാനിപ്പിക്കണം. കച്ചവടമൊക്കെ വിട്ടിട്ട്, കച്ചവടം പ്രധാനപ്പെട്ട ഒരു ഉപജീവന മേഖലയായതുകൊണ്ടാണ് ബൈഅ എന്ന വാക്ക് ഉപയോഗിച്ചത്. അല്ലാതെ കച്ചവടം മാത്രമേ ചെയ്യാവൂന്നില്ല.
ഓഫീസ് സ്റ്റാഫുകളായിട്ട് നിൽക്കാം, കടയിൽ മറ്റേത് മേഖലയിൽ ജോലി ചെയ്യാം. ബാങ്ക് വിളിച്ചാൽ പിന്നെ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വരണം, ഉപജീവന മാർഗങ്ങൾ ഉപേക്ഷിക്കണമെന്ന്. ഇനി നമസ്കാരം കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാലോ പിന്നെ നിങ്ങൾ പള്ളിയിൽ പുറത്തു പോയിട്ട് അള്ളാഹുവിന് ഫദ്ലുകൾ തേടിക്കൊള്ളാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നമസ്കാരം കഴിഞ്ഞും ദുനിയാവിന്റെ പിറകെ പോകാൻ. നമസ്കാരത്തിന് മുമ്പും ദുനിയാവ്, നമസ്കാരത്തിന് ശേഷവും ദുനിയാവ്. ഈ രണ്ട് ദുനിയാവുകൾക്കുമിടയിൽ എന്നെ ഓർക്കാൻ വേണ്ടി അല്പസമയം മാറ്റിവെക്കണേ എന്ന് ഓരോ നമസ്കാരത്തിന്റെ ബാങ്കിലും ഇത് ബാധ്യതയാണ്. ഓരോ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുമ്പോഴും അതുവരെയും ദുനിയാവിന് വേണ്ടി പണിയെടുത്ത മനുഷ്യരെ അള്ളാഹുവിന് വേണ്ടി മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു വിശുദ്ധ ഖുർആൻ. അള്ളാഹു ആവശ്യപ്പെടുന്ന മിനിമം കാര്യ ഒരു ദിവസം 24 മണിക്കൂർ സംവിധാനിച്ചു, ഉറങ്ങാൻ സമയം തന്നു, മാതാപിതാക്കൾ, മക്കൾ, കൂട്ടുകാർ, കുടുംബക്കാർ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം നൽകി, സമ്പാദിക്കാൻ അവസരം നൽകി, ജോലി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു. ചെയ്യാൻ ദുനിയാവിന്റെ പിറകെ പോ മനുഷ്യ, ദുനിയാവ് സമ്പാദിക്ക്, സന്തോഷങ്ങൾ സമ്പാദിക്ക്. ആ സന്തോഷങ്ങളുടെ ഇടയിൽ എന്നെ മറന്നു പോകാൻ പാടില്ലല്ലോ. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഖിമിസ് സ്വലാത്ത ലിദിക്രി. എന്നെ നീ മറന്നില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, എന്നെ ഓർക്കാൻ വേണ്ടി അല്പസമയം 24 മണിക്കൂർ നീ നിനക്ക് വേണ്ടി ജീവിക്കുന്നു, നിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, നിന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ 24 മിനിറ്റ് 5 നേരം നമസ്കരിക്കാൻ വേണ്ടി ആവശ്യമായ 24 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റിവെക്കൽ നിനക്ക് ബാധ്യതയാണ് എന്ന് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ആ 24 മിനിറ്റ് റബ്ബിന് വേണ്ടി മാറ്റിവെക്കാൻ നിഷ്ഠയോടെ ജീവിതത്തിൽ നമസ്കാരത്തിൽ പ്രവർത്തിക്കൊണ്ടുപോകാൻ ആരെക്കൊണ്ടാണ് സാധ്യമായിട്ടുള്ളത്? ഇല്ല. നമുക്കെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അതാണ് നമസ്കാരത്തിന്റെ സ്ഥാനം എന്നുള്ളത്. നമ്മൾക്ക് ഫ്രീ ആയിരിക്കുമ്പോ വേറെ തിരക്കുകളൊന്നുമില്ല, അപ്പൊ നിസ്കരിക്കാമെന്ന്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു തിരക്കും അള്ളാഹു ഏറ്റവും കുറച്ച് റബ്ബിന് ആവശ്യപ്പെട്ടോളൂ. ഇത് തിരിച്ച് ആവശ്യപ്പെടാമായിരുന്നു. തിരിച്ച് നിങ്ങൾക്ക് അല്പസമയം, രാത്രിയുടെ പകുതി നിങ്ങൾക്ക് ഉറങ്ങാം, പകലിന്റെ പകുതി നിങ്ങൾക്ക് ജീവിക്കാം, ബാക്കി 2 പകുതികളും എന്നെ ആരാധിക്കാൻ വേണ്ടി മാറ്റിവെക്കണം മനുഷ്യരെ എന്ന് നിർബന്ധ ബുദ്ധിയോടെ റബ്ബിന് ആവശ്യപ്പെടാമായിരുന്നു. അത് നീതിയാകുമായിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടാൽ നീതി തന്നെയല്ലേ അത്? റബ്ബ് ആവശ്യപ്പെട്ടില്ലല്ലോ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയ ദുനിയാവ് ഞാൻ നൽകിയത്. അതുകൊണ്ട് എല്ലാം മറന്ന് നിങ്ങൾ എന്നെ ഓർത്തിരിക്കേണ്ട, സന്യാസ ജീവിതം വേണ്ട. അങ്ങനെ സന്യസിക്കേണ്ട മനുഷ്യരെ നിങ്ങൾ. ജീവിതത്തിന്റെ 99% ദുനിയാവിൽ നീ നിനക്ക് വേണ്ടി, നിന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്ക്. 1% എന്നെ ഓർക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ റബ്ബ് പറയുമ്പോ ആ 1% സമയം പോലെ റബ്ബ് എനിക്കില്ല. ദുനിയാവിന്റെ തിരക്കാണ്, നിന്റെ കല്യാണമാണ്, ഞാൻ എങ്ങനെ നിസ്കരിക്കുക? നിന്റെ മകളുടെ വിവാഹമാണ്, ഞാൻ എങ്ങനെയാണെന്ന് നമസ്കരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക? അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ തിരക്കുണ്ട്, ഇന്ന് പരീക്ഷ ദിവസമാണ്, ഇന്ന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, എന്റെ തൊഴിൽ മേഖലയുടെ ഭാഗമായിട്ട് എനിക്കിന്ന് ജുമ നമസ്കരിക്കാൻ കഴിയില്ല എന്ന്. ഈ ജുമയും ജമാഅത്തും ഇല്ലാതെയും നമുക്ക് ജീവിതത്തിന്റെ നേട്ടങ്ങളാണ് ഉന്നം. 1000 രൂപ ശമ്പളം കിട്ടുന്നത് കണ്ടിട്ട് 1000 രൂപക്ക് വേണ്ടി ജുമ ഇല്ലാതെ ജോലി എടുക്കുന്ന ആൾക്കാർ. എന്റെ ജുമയും ജമാഅത്തും നോക്കിയിട്ടല്ലേ ഞാൻ ജോലി തിരഞ്ഞെടുക്കാവൂ? എന്റെ ശമ്പളം എനിക്ക് ജീവിക്കേണ്ട റബ്ബേ. അതുകൊണ്ട് എന്റെ മറ്റെന്തൊക്കെ മാർഗമുണ്ട്, എന്നാലും നമ്മൾ എന്ത് ചെയ്യില്ലേ? നമ്മൾ ജുമ അല്ലേ, അത് പോട്ടെ, ജമാഅത്തല്ലേ, അത് പോട്ടെ, നമസ്കാരമല്ലേ, അത് പോട്ടെ, വൈകുന്നേരം രാത്രി എല്ലാം കൂടെ ഒത്തൊരുമിച്ച് നിസ്കരിക്കാം, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് നിസ്കരിക്കാന്ന്. ഈ നിലയിൽ നമസ്കാരത്തെ ഒഴിവാക്കുന്ന ആൾക്കാർ അനുവദിക്കുന്നില്ല വിശുദ്ധ ഇസ്ലാം. ഒരു കാരണവശാലും അനുവദിക്കുന്ന, ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ വിശ്വാസികൾക്ക് അനുവാദമില്ല, ഒരു മനുഷ്യന് അനുവാദമില്ല. നമുക്ക് ബുദ്ധിയുണ്ടോ, ഓർമ്മശക്തിയുണ്ടോ? ഇനി നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും, ഏതൊരു അമലിനും ഒരു ഇളവുണ്ട്. രോഗമാണോ പിടിക്കണ്ട, യാത്രയാണോ ഒഴിവാക്കാം. അങ്ങനെ മനുഷ്യനുണ്ടാകുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളിൽ ചില അമലുകൾ ഒഴിവാക്കാനുള്ള അനുവാദമുണ്ട്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഇല്ല. നീ കിടക്കാണ് ഒരു ജീവശവം പോലെ, നിനക്ക് അനങ്ങാൻ കഴിയില്ല, നിന്റെ കൈകാലുകൾ അനക്കാൻ കഴിയില്ല. നീ ഒരു ശവം പോലെ, ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ശവം പോലെ നീ കിടക്കണം. ഇങ്ങനെ ഒറ്റ കിടപ്പാണ്, പക്ഷെ ഓർമ്മശക്തിയുണ്ട് നിനക്ക്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന കേൾക്കാൻ കഴിയുന്നു നിനക്ക്, നമസ്കാരത്തിന് സമയം അറിയാൻ കഴിയുന്നുണ്ട് നിനക്ക്. തീർച്ചയായിട്ടും ആ കിടക്കയിൽ കിടന്നുകൊണ്ട് കൃത്യമായി 5 നേരവും നീ നിന്റെ മനസ്സുകൊണ്ട് നമസ്കരിക്കൽ ബാധ്യതയാണ്. അത് ഒഴിവാക്കാൻ അനുവാദമില്ല. അത്രയും കർക്കശമായിട്ട് സംസാരിക്കുന്നത്, അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹുവിനോട് യഥാവിധി ഭക്തിയോടുകൂടി നിങ്ങൾ നമസ്കാരത്തിലേക്ക് ഒഴുകിച്ചേരാൻ, അതിലേക്ക് ജാഗ്രത പുലർത്താൻ വിശുദ്ധ ഖുർആൻ ഓരോ വിശ്വാസികളോട് ആവശ്യപ്പെടാണ്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്ന് നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ഉണ്ടാവുക നമസ്കാരത്തിന്റെ വിഷയത്തിലാണ്. റബ്ബിന്റെ അടുക്കൽ ആദ്യം ചോദിക്കുന്നത് നമസ്കാരത്തിന്റെ വിഷയത്തിലാണ് ചോദ്യം. ഈ നമസ്കാരം എങ്ങനെയായിരുന്നു നോക്കും.
നമസ്കാരമൊക്കെ ഓക്കെയാണോ? എന്നാൽ അവൻ രക്ഷപ്പെട്ടു. നമസ്കാരം ഓക്കെയാണ് എങ്കിൽ അവന്റെ പിന്നീടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എളുപ്പമുള്ളതായിരിക്കും, അതിൽ സംശയമില്ല. കാരണം ഒരു മിനിമം ബാധ്യതയെങ്കിലും കീപ്പ് ചെയ്യാൻ പ്രതിദിനം 5 നേരം നമസ്കാരം നിലനിർത്താൻ കഴിഞ്ഞൊരു വിശ്വാസി ഉറപ്പായിട്ടും അവന്റെ ജീവിതത്തിന്റെ സർവ്വ മേഖലയിലും മാന്യമായ മാർക്ക് അവൻ സ്കോർ ചെയ്തിട്ടുണ്ടാവും. പരലോകത്ത് കണക്ക് നോക്കുമ്പോൾ തർക്കമുള്ള കാര്യമില്ല, അതൊരു യോഗ്യതയാണ്. നമസ്കാരം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക നമ്മൾ എന്ത് ചെയ്യും, ഒരു പരിധിവരെ വിജയിച്ചു എന്ന് കണക്കാക്കാം നമുക്ക്. പക്ഷെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. നമസ്കരിക്കുക എന്ന നമസ്കാരക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഇല്ല ഈ കാമുസ്തുലാത്ത് അല്ലാഹ് റസൂലിനോട് ഒരാൾ ചോദിച്ചു, സഹാബി ചോദിച്ചു, നബിയെ ഏറ്റവും വലിയ പുണ്യം എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞത് അസ്സുലാത്തു അലാ വഖ്തിഹാ എന്ന, ഓരോ നമസ്കാരത്തിന്റെയും അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നമസ്കാരത്തിന് സമയമുണ്ട്. ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയ നിർണിതമായ ഒരു പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യേണ്ട ഒരു അമലാണ് കൃത്യമായി നമസ്കാരം. ഈ മൗഖൂത എന്ന് അതൊരു ടൈം മാനേജ്മെന്റ്. ലോകത്ത് ഏറ്റവും ശാസ്ത്രീയമായ ഒരു ടൈം മാനേജ്മെന്റ് പഠിപ്പിക്കപ്പെട്ട വിശ്വാസികൾ നമ്മളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് സമയമാണ്. അത് ഓരോ നിമിഷവും കടന്നു പോകുമ്പോഴും മനുഷ്യൻ അതിന്റെ നഷ്ടം മനസ്സിലാകുന്നില്ല. നമ്മൾ മരണത്തിലേക്കും നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു അവസരവും നഷ്ടപ്പെടുത്തിയാണ് ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്നത്. ഓരോ നിമിഷങ്ങൾ കടന്ന് നമ്മൾ ചെന്നു ചേരുന്ന മരണത്തിലേക്കാണ്. മരണത്തിനപ്പുറത്ത് യഥാർത്ഥ ജീവിതം ആരംഭിക്കേണ്ടവരാണ് എന്നൊരു ബോധ്യം വിശ്വാസികൾക്ക് നിരന്തരമായി നൽകുന്ന ഒരു അമൽ കൂടിയാണ് നമസ്കാരം എന്നുള്ളത്. സമയം കൃത്യമായി ഉപയോഗിക്കാൻ ഓരോ പ്രഭാതവും വെളുക്കുമ്പോൾ, നേരം വെളുക്കുമ്പോൾ ആദ്യം വെളുപ്പിക്കുന്നത് പോലെ എന്താണ്? നമസ്കാരമാണ്. നമസ്കാരത്തിലൂടെയാണ് ഒരു മനുഷ്യൻ ഉണരുന്നത്. ഫജ്റിന് ഒരു മനുഷ്യൻ ഉണരാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ തട്ടി വിളിച്ചുണർത്തുന്നു സുബഹി നമസ്കാരം. എഴുന്നേക്കാൻ മനുഷ്യന് പ്രവർത്തിക്കാൻ അല്ലാഹുവിനെ നമസ്കരിച്ചുകൊണ്ട് ദിവസം തുടങ്ങാൻ സുബഹി നമസ്കരിച്ചിറങ്ങുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ പിന്നെ ഉള്ളത് ലോഹർ നമസ്കാരമാണ്. 6 മണിക്കൂറിന് ഇപ്പുറത്ത് ലോഹർ കടന്നു വരാനുണ്ട്. ഈ 6 മണിക്കൂറിന്റെ പ്രവൃത്തിയുടെ സമയമാണ് ഏറ്റവും നല്ല വർക്കിന്റെ സമയം. ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും വലിയ ചലനം ഉണ്ടാക്കുന്ന വർക്ക് നടക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ വർക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഈ 6 മണിയുടെയും 12 മണിയുടെയും സമയമാണ്. ആ സമയത്താണ് എന്തെങ്കിലും പ്രവൃത്തി നടക്കുക. ഒരു ദിവസത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് ഈ പ്രഭാതത്തിൽ നടക്കണം. അല്ലെ പകലൊക്കെ കിടന്ന് പിന്നെ ഉറങ്ങുക. സുബഹിസ്കാരവും ഇല്ല, 10 മണി വരെ ഉറങ്ങാണ്. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കാപ്പിയും കുടിച്ച് പുറത്തിറങ്ങി ലോഹർ കഴിയുമ്പോഴത്തേക്കും ലോഹറാവും. പിന്നെയുള്ള ടക്കനാണ്. പിന്നെ അസ്തമയം പെട്ടെന്നാണ്. പിന്നെ അവനൊന്നും ചെയ്യാനില്ല. ആ ദിവസം 2 ഫോൺ കോൾ കൂടി വിളിക്കുമ്പോഴത്തേക്കും അസ്തമയം ആയിട്ടുണ്ട്. 2 പേര് ഫോൺ ചെയ്ത് 3 വാട്സപ്പിന്റെ ചാറ്റം കഴിഞ്ഞപ്പോൾ അസ്തമയം. ഒരു ദിവസം പൂട്ടിപ്പോയി. നമ്മുടെ ഒരു ദിവസവും കടന്നുപോയി. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. മാനക്കസത്ത് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയതല്ല. മാനദിം തോലാശയൻ, ഒരു വസ്തുവിന്റെ മേലും എനിക്ക് ഖേദം തോന്നിയിട്ടില്ല. എന്ന് ഒരസ്തമയം ഉണ്ടാക്കിയ നഷ്ടബോധമൊന്നും ഒരു ജീവിതത്തിൽ ഒരു നഷ്ടവും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ആ അസ്തമയം കടന്നുപോയപ്പോ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. എന്റെ ആയുസ്സിൽ ഒരു ദിവസം കൊഴിഞ്ഞുപോയി. എന്റെ കയ്യിൽ കർമ്മങ്ങളൊന്നും സമ്പാദിക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസത്തിന്റെ അസ്തമയം എനിക്കുണ്ടാക്കിയ സങ്കടമുണ്ടല്ലോ, എനിക്കുണ്ടാക്കിയ നഷ്ടബോധമുണ്ടല്ലോ, മറ്റൊരു ഘട്ടത്തിലും ഉണ്ടാകാറില്ല എന്ന്. കാരണം ആ ദിവസവും കടന്നുപോയി, പക്ഷെ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന്. എത്ര പെട്ടെന്നാണ് ദിവസം കടന്നു പോകുന്നത്. ആ സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് നമസ്കാരം എന്നുള്ളത്. ഓരോ നമസ്കാരത്തിന്റെ ഇടവേളകളിലും നമുക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ അവസരമുണ്ട്. സുബഹി കഴിഞ്ഞവൻ ലോഹറിനിടയിൽ പ്രവർത്തിക്കുന്നു. അടുത്ത ലോഹറിന് വേണ്ടിയുള്ള കാത്തിരിപ്പ. അടുത്ത മനുഷ്യനെ കൊണ്ടുപോകുന്ന ലോഹർ നിസ്കാരമാണ്. അത് കഴിഞ്ഞ് ലോഹർ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന മനുഷ്യൻ അടുത്ത അവന്റെ ഉദ്ദേശം എന്താണ്? അസ്റാണ്. അസ്ര നമസ്കാരത്തിന് ഇത്ര സമയത്ത് അസ്ര നമസ്കാരം. അപ്പൊ അതിനിടയിൽ ഇത്ര സമയം എനിക്കുണ്ട്. ഇവിടെ വേണം കഴിച്ചിട്ട് ഉറങ്ങണോ, അത് അല്പം കൂടി പണിയെടുക്കണോ, അവിടെ തീരുമാനിക്കും. ഇത്ര സമയം എനിക്കുള്ളൂ. അതവനെ ഉണർത്തുകയാണ്. ഈ സമയം എങ്ങനെ കൈകാര്യം ചെയ്യാം? ക്ഷീണിതനാണ്, പകൽ പണിയെടുത്തവനാണ്, അല്പം ഭക്ഷണം കഴിച്ച് മെല്ലെ ഒന്ന് അല്പം ഉറങ്ങി എഴുന്നേറ്റാൽ കൃത്യം അസറിന് ഉണരാം എന്നതൊരു ടൈം മാനേജ്മെന്റ്. അങ്ങനെ ഉറങ്ങിയാലും ആ ഉറക്കം അവന്റെ ക്ഷീണം അകറ്റുകയും പിന്നെ പ്രവർത്തിക്കാൻ അവന് ക്ഷമത കൊടുക്കുകയും ചെയ്യും. അസർ മുതൽ പിന്നെയും പ്രവർത്തിക്കാൻ കഴിയും. എന്തും പ്ലാൻ ചെയ്യാം. നമസ്കാരമാണ് മുമ്പിൽ വെക്കേണ്ടത്. പക്ഷേ നമ്മുടെ പ്ലാനുകൾക്കും പദ്ധതികളെയും കേന്ദ്രീകരിക്കേണ്ടത് ഒരു പ്രതിദിന പദ്ധതി നമസ്കാരത്തെ ആശ്രയിച്ചാണ്. നമസ്കാരം ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സമയം ഓരോന്നും നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന സമയത്ത് നമസ്കാരമുണ്ട്. അതനുസരിച്ച് ബാക്കി ക്രമീകരിക്കണം. അല്ലാതെ ബാക്കി ക്രമങ്ങൾക്കനുസൃതമായിട്ട് ബാക്കി പദ്ധതികൾക്ക് രീതിയിൽ നമ്മൾ നമസ്കാരത്തെ മാറ്റാൻ പാടില്ല. നമുക്കിനെ 6 മണി വരെ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ പ്രവർത്തിക്കേണ്ടി വരും. 6 മണി കഴിഞ്ഞിട്ട് ലോഹറും അസറും മഗ്‌രിബും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് നിസ്കരിക്കാം എന്ന നിലയിൽ നമസ്കാരത്തെ നമ്മൾ മാറ്റിവെച്ചു.
ഈ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും അള്ളാഹു തയ്യാറല്ല. സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അനുസരിക്കണം. അതിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതിന് കാനിത്തീൻ, നിങ്ങൾ ഭക്തിയോടുകൂടി അള്ളാഹുവിനെ അനുസരിക്കുന്നത് തെളിയിക്കാനാണ് പറയുന്നത്. അത് തെളിയിക്കപ്പെടേണ്ടതുകൊണ്ട് നമ്മൾ അനുസരണയുള്ളവരാണ് അള്ളാഹുവെ, നിന്നോട് ഭക്തിയുള്ളവരാണ് അള്ളാഹു. അല്ല നിങ്ങൾ തലയിലേക്ക് കുമ്പിട്ടത് കൊണ്ട് ഈ ആകാശത്തുള്ളവൻ ശക്തി കൂടാൻ പോകുന്നില്ല. നമ്മൾ തലകൾ താഴ്ത്തി വെച്ചത് കൊണ്ട് അള്ളാഹുവിനൊന്നും കൂടാൻ പോകുന്നില്ല. നമ്മൾ താഴ്ത്തിയില്ല എന്ന് പറഞ്ഞൊന്നും കുറയാനും പോകുന്നില്ല. പക്ഷെ നിങ്ങൾ തലകൾ താഴ്ത്തി അള്ളാഹുവിന്റെ മുമ്പിൽ പടച്ചവൻ പറഞ്ഞ അതേ സമയത്ത് കുമ്പിടുമ്പോ, അവിടെ നിങ്ങൾ സുജൂദിലേക്ക് വീഴുമ്പോ നിങ്ങൾ അനുസരണയുള്ള ഭക്തന്മാരായി മാറി അള്ളാഹു നോക്കുന്നുണ്ടത്, റബ്ബ് നോക്കുന്നത്. ഓരോ മനുഷ്യന്റെയും പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന പടച്ചവൻ 24 മണിക്കൂർ വെച്ചിട്ട് റബ്ബിനെ നിങ്ങൾ മറന്നുപോയോ എന്ന് പരിശോധിക്കാണ് നമസ്കാരം മുമ്പിൽ വെച്ചിട്ട്. ഇല്ല അല്ലാഹുവേ, നമ്മൾ മറന്നിട്ടില്ല. ഓരോ വക്തുകളും നമ്മൾ കാത്തിരിക്കുകയാണല്ല, നിന്നോടുള്ള മുനാജാത്തിന് വേണ്ടി നമ്മൾ കൊതിക്കുകയാണ് റബ്ബേ എന്ന് ഓരോ വിശ്വാസിയും ജീവിതം കൊണ്ട് തെളിയിക്കണ്ടേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനോട് ഒരു വക്ത് കഴിഞ്ഞ് അടുത്ത വക്ത് കാത്തിരുന്ന റസൂൽ പറയാറുണ്ട്, അരിഹിനാ ബിസ്സലാത്തി ബിലാലെ, ബാങ്ക് വിളിക്കാൻ സമയമായില്ലേ ബിലാലെ ബാങ്കിന് സമയമായില്ലേ, ലോഹർ കഴിഞ്ഞിട്ട് കുറെ നേരം ആയല്ലോ, അസറിന് ബാങ്ക് വിളിക്കണ്ടേന്ന്. നിസ്കാരമാണ് പ്രവാചകൻ കാത്തിരിക്കുന്നത്, അതിനുവേണ്ടി കാത്തിരിക്കാൻ നമ്മൾ ആശ്വസിക്കട്ടെ എന്ന്, സമാധാനം അടയട്ടെ എന്ന്. ഖുറത്തു ഐനി ഫി സ്വലാത്ത്, നമസ്കാരത്തിൽ എന്റെ റസൂൽ കണ്ട ഒരു കുളിർമയുണ്ട്, ഒരു ആനന്ദമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് ഏറ്റവും വലിയ സന്തോഷമാണ്, ഏറ്റവും വലിയ ആനന്ദമാണ്. ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ, മണ്ണിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പടച്ചവനുമായി അടുക്കുന്ന നിമിഷം അത് നമസ്കാരമാണ്. ഒരു മനുഷ്യന് റബ്ബുമായിട്ട് ഏറ്റവും ഡീറസ്റ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന എവിടെയെന്നറിയുമോ? നമസ്കാരത്തിലാണ്. റസൂൽ പറയാണ്, മണ്ണിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് പടച്ചവനോട് ഏറ്റവും ക്ലോസ് റേഞ്ചിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ സുജൂദിലേക്ക് വരട്ടെ എന്ന്. അഖറബുമായി യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദുൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവന്റെ തലക്കനമെല്ലാം ഇറക്കി വെച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ മുഖത്തിന്റെ നെറ്റിത്തടം കൊണ്ട് താഴ്ത്തി വെച്ചിട്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ സുജൂദ് കിടക്കുന്ന നിമിഷമുണ്ടല്ലോ, ആ നിമിഷമാണ് മാനത്തുള്ളവനുമായിട്ട് മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യൻ ഏറ്റവും അടുക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പടച്ചവനോട് ഏറ്റവും ക്ലോസ് റേഞ്ച് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം നിർവഹിക്കാൻ നമ്മൾ ബുദ്ധിമുട്ട് കാണിക്കുന്നത്, നമുക്ക് പ്രയാസമുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രോഗം ബാധിച്ച് കിടക്കുന്ന അവസ്ഥയിൽ, രോഗം കലശലായപ്പോൾ പോലും റസൂല് കൃത്യമായി നമസ്കാരത്തിന് സമയമായാൽ പള്ളിയിലെത്തും. എങ്ങനെയും പള്ളിയിലെത്തും നമസ്കരിക്കാൻ വേണ്ടി. ഒരു ദിവസം നമസ്കാര സമയമായപ്പോൾ റസൂൽ പുറപ്പെട്ടു, എഴുന്നേറ്റു, ഒളു എടുത്തു നിൽക്കുമ്പോൾ റസൂൽ ബോധക്ഷയമുണ്ടായി. ബോധം കെട്ട് റസൂൽ കിടക്കയിലേക്ക് വീണ് അബോധാവസ്ഥയിൽ ചില നിമിഷങ്ങൾ കടന്നുപോയി. ബോധം വീണ ഉടനെ റസൂൽ ചോദിച്ചു, ആയിഷ, എന്റെ ജനങ്ങൾ നമസ്കരിച്ചോ എന്നാണ്, എന്റെ സമുദായം നമസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നബിയെ ഇല്ല, അധിക സമയമായിട്ടില്ല അങ്ങയുടെ അബോധാവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്, അവരെല്ലാവരും കാത്തിരിക്കുന്ന റസൂലെ എന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാ പിന്നെ വെള്ളം കൊണ്ടുവാ, വദു എടുക്കട്ടെ എന്ന്. വദു എടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും തളർന്ന് വീണുപോയി. പിന്നെയും അബോധാവസ്ഥയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം വീഴുന്ന ആദ്യ നിമിഷം ആയിഷ, എന്റെ ജനങ്ങൾ നിസ്കരിച്ചോ എന്ന്. ഇല്ല നബി, അവർ നമസ്കരിച്ചില്ല, കാത്തിരിക്കുന്നുണ്ട് എന്ന്. പിന്നെയും വദു എടുത്തൊരുങ്ങി, പിന്നെയും അതേ അവസ്ഥ. മൂന്നാമതും റസൂൽ അബോധാവസ്ഥയിലേക്ക്. നാലാമതും എഴുന്നേൽക്കുമ്പോൾ റസൂൽ പറഞ്ഞു, ആയിഷ, നിന്റെ പിതാവിനോട് അബൂബക്കറിനോട് ഇമാമായി നിൽക്കാൻ, നമസ്കാരം നിലർത്താൻ പറയണം, നമസ്കാരം ഒഴിവാക്കാൻ പാടില്ലല്ലോ എന്ന്. ആ നമസ്കാരം നടക്കട്ടെ എന്ന് പറഞ്ഞ് നമസ്കാരം തുടക്കം കുറിച്ച് കഴിയുമ്പോൾ 2 സഹായികളെ വിരിച്ച് ആ 2 സഹായികളുടെയും തോളിൽ കൈകൾ ഇട്ടിട്ട് കാലുറപ്പിച്ച് മണ്ണിൽ നിൽക്കാൻ കഴിയാത്ത റസൂലുള്ളാഹി ആ തോളുകളിൽ തൂങ്ങിക്കൊണ്ട് പള്ളിയിലേക്ക് നീങ്ങി. ആ പള്ളിയിലേക്ക് റസൂൽ നീങ്ങുമ്പോൾ പ്രവാചകന്റെ കാല് ഒരു ചാലുണ്ടാക്കുന്നത് പോലെ ആ മരുഭൂമിയിലെ മണ്ണിലൂടെ ഇഴഞ്ഞു നീങ്ങിയത് ചരിത്രത്തിൽ കാണാൻ കഴിയും. നിൽക്കാൻ കഴിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തളർന്ന് കാലുകളും തൂക്കിയിട്ടുകൊണ്ട് മരുഭൂമിയിലൂടെ കാലുകൾ ഇഴച്ചുകൊണ്ട് നടന്നു പോയിട്ടുണ്ട് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി. എന്ത് അവസ്ഥയാണ് നമുക്കുള്ളത്, എന്ത് തളർച്ചയാണ് നമുക്കുള്ളത്, എന്ത് വൈകല്യമാണ് നമുക്കുള്ളത്. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വിളിക്കുത്തരം കൊടുത്തു പോകാൻ, നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ എന്ത് ന്യായമാണ് മനുഷ്യരെ ഉള്ളത്? ഒരു ന്യായവും നമുക്കില്ല. ലോകത്തിന്റെ നേതാവ് കാൽവണ്ണയിൽ നീര് കെട്ടുവോളം നമസ്കരിച്ചു. 5 നേരത്തെ 24 മിനിറ്റിന്റെ നിസ്കാരമല്ല, പിന്നെയും നമസ്കരിച്ചു റബ്ബിന്റെ മുമ്പിൽ നന്ദിയുള്ള അടിമയാകാൻ വേണ്ടിയിട്ട്. അഫല അകൂനു അബ്ദൻ ശക്കൂറ എന്ന് പുണ്യനബിയോട് ചോദിച്ചല്ലോ, പ്രിയപ്പെട്ടവൾ, റസൂലെ കാലിന്റെ വണ്ണയിൽ നീര് കെട്ടിയിട്ടുണ്ട്, നിൽക്കാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ നമസ്കാരമോ എന്ന് ചോദിക്കുമ്പോ, ആയിഷ, എന്റെ റബ്ബിനോട് നന്ദിയുള്ളവനാകണ്ടേ ഞാനെന്ന്. ഒരു മനുഷ്യന് ഏറ്റവും നല്ല നന്ദി കാണിക്കാനും ഏറ്റവും കൂടുതൽ റബ്ബിനെ ദിക്ർ ചെയ്യാനും പറ്റുന്ന അവസ്ഥയാണ് നമസ്കാരം. നമസ്കാരത്തെ പോലെ ദിക്റും ശുക്റും സമ്മേളിക്കുന്ന ഒരു അമലുമില്ല. അത്ര മനോഹരമായ നമസ്കാരത്തെ അല്ലാഹു സംവിധാനിക്കുന്നത്. നമ്മുടെ ഓരോ മസ്സലുകളും ശരീരത്തിന്റെ ഓരോ ജോയിന്റുകളും അല്ലാഹുവിന്റെ ദിക്റിലാണ്. നമ്മുടെ നാക്കുകൾ, നമ്മുടെ വായിൽ നിന്ന് ഉരുവിടുന്ന ഓരോ വാക്കുകളും ദിക്റാണ്. നമ്മുടെ ചിന്തകൾ പരിപൂർണമായി റബ്ബിന്റെ ദിക്റാണ്. എല്ലാ തരത്തിലുള്ള ദിക്റുകളും വലദിക്റുല്ലാഹി അക്ബർ. ഏറ്റവും വലിയ കാര്യം അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദിക്ർ നമസ്കാരമാണ്.
ആ നമസ്കാരം അത് ആസ്വദിച്ചു റസൂല്, അതിന്റെ ഗൗരവം റസൂൽ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. മരണത്തോടെടുക്കുമ്പോഴും വിളിച്ചു പറയാനുണ്ടായിരുന്നത് നമസ്കാരം വിട്ടുകളയില്ല എന്നാ. നമസ്കാരം നിങ്ങൾ വിട്ടുകളയില്ല എന്നാണ്. അത്ര ഗൗരവമുണ്ട് നമസ്കാരത്തിന്. അത് സാധ്യമാവുന്നില്ലെങ്കിൽ മുഅ്മിനല്ലാന്ന്. അതും സാധ്യമാകുന്നില്ലെങ്കിൽ മുഅ്മിനല്ല. അത് മുഅ്മിനീങ്ങളുടെ അടിസ്ഥാന യോഗ്യതയാണത്. ഒരു മനുഷ്യൻ ഈമാനുണ്ട്, ഞാൻ വിശ്വാസിയാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോൾ ആ വിശ്വാസം പ്രകടിപ്പിക്കേണ്ട ആദ്യത്തെ പടി നിസ്കാരമാണ്. നിസ്കാരം ഇല്ലേ, അവൻ മുഅ്മിനല്ല, അവൻ കാഫിറ. അതാ റസൂൽ പഠിപ്പിച്ചത്, അല്ലാഹുദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത്. ഈ നമ്മുടെയും അവരുടെയും ഇടയിലുള്ള കരാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യാസം എന്താണെന്ന് അറിയുമോ? ആ കരാറാണ്, ആ ഉടമ്പടിയാണ് നമസ്കരിക്കാമെന്നുള്ള കരാറ്. അതില്ലാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന്. ഒരു മനുഷ്യന്റെയും കുഫ്റിന്റെയും ഇടയിൽ പ്രകടമായ തെളിവ് തർക്കുസ്വല, നമസ്കാരം ഒഴിവാക്കലാണ്. നമസ്കാരം ഇല്ലേ, അവൻ കാഫിറ. ശഹാബത്ത് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഇസ്ലാമികമായ ഏതെങ്കിലും ഒരു ആചാരം ഒഴിവാക്കുന്നത് കുഫ്റായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമസ്കാരം മാത്രമാണ്. നിസ്കാരം ഒരാൾക്ക് കാണുന്നില്ല, നിസ്കരിക്കാൻ അങ്ങനെ കാണാറില്ല, അങ്ങനെ കണ്ടില്ലെങ്കിൽ നമ്മൾ ഉറപ്പിക്കും അവൻ കാഫിറ, അവൻ പറഞ്ഞു നടക്കാണ്, മുഅ്മിനെന്ന് പറഞ്ഞ് വെറുതെ നടക്കാണ് എന്ന് നമ്മൾ കണക്കാക്കും. അതാണ് നമ്മൾ അത്ര ഗൗരവത്തോടെ കണ്ട വിഷയമാണ് നമസ്കാരമെന്ന്. അത് വാസ്തവമാണ്. നമസ്കാരമില്ലാത്തവൻ കാഫിർ തന്നെയാണ്. പിന്നെ എന്ത് മുസ്ലിമാ നമ്മള്? നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു ജാഗ്രതയും ഇല്ലാതെ എന്ത് അവകാശവാദമാണ് നമുക്കുള്ളത് ഇസ്ലാമിന്റെ വിഷയത്തിൽ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅലുവിന്റെ കുത്തേറ്റ് വീണു. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ഇമാമായി നിൽക്കുമ്പോ അദ്ദേഹത്തോടുള്ള വ്യക്തി വൈരാഗ്യം നിൽക്കാൻ വേണ്ടി ഒരു നസ്രാനി അടിമ, ഒരു മജൂസി അടിമ എന്ന് പറഞ്ഞ അയാളുടെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു അടിമ ഇരുതല മൂർച്ചയുള്ള വാള് അതിനകത്ത് വിഷം പുരട്ടിയിട്ട് 13 തവണ കുത്തിയിറക്കി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിഷമേറ്റ് ആ കുത്തേറ്റിട്ട് പിടഞ്ഞു വീണു. ആ പിടഞ്ഞു വീഴുമ്പോഴും നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവമുണ്ടായിരുന്നു ആ മനുഷ്യന്. ബോധം പോകുന്നത് വരെ നമസ്കാരത്തെ കുറിച്ച് ആലോചിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഇമാമായി നിർത്തിയിട്ട് നമസ്കാരം നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ നമസ്കാരം, ജനങ്ങളുടെ നിസ്കാരം പാഴിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യനെ കുത്തേറ്റ് അബോധാവസ്ഥയിൽ വീണ ഉമർ ഇബ്നുൽ ഖത്താബിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കിടക്കയിൽ കിടത്തിയിട്ട് ആ മനുഷ്യൻ തട്ടി വിളിക്കുമ്പോൾ ബോധം വീണില്ല. ഒരുപാട് വിളിച്ചു. അവസാനം ബോധം വീണ ആ നിമിഷത്തിൽ ചോദിച്ച ചോദ്യം എന്നുള്ളത്, ജനങ്ങളൊക്കെ നിസ്കരിച്ചായിരുന്നു എന്ന്, അവരെല്ലാം നമസ്കരിച്ചു എന്ന്, പക്ഷെ നിങ്ങളുടെ നമസ്കാരം കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന്. ആ അവസ്ഥയിൽ, ചോര പൊഴിഞ്ഞുന്ന അവസ്ഥയിലും ആ മനുഷ്യൻ നമസ്കരിച്ചിട്ട് വിളിച്ചു പറഞ്ഞത് എന്ന്, നമസ്കരിക്കാത്തവന് ഈ മതത്തിൽ അവകാശമില്ല എന്ന്. ആ മരണക്കിടക്കയിലും കുത്തേറ്റ് ചോര പൊടിയുന്ന അവസ്ഥയിലും ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിലും ആ മനുഷ്യൻ നമസ്കരിച്ചിട്ട് തന്റെ ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് ചോദിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞ വാക്കാ ലാ ഹില്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാം, നമസ്കരിക്കാത്തവന് ഈ മതത്തിൽ ഒരു ഓഹരിയുമില്ല എന്ന്. അത്ര ഗൗരവമുണ്ട് നമസ്കാരത്തിന്. നമ്മൾ മനസ്സിലാക്കണ്ടേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടം അദ്ദേഹത്തിന് ഗവൺമെന്റ് കീഴിലുള്ള എംപ്ലോയീസിനെ, ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കും. ഓരോരുത്തർക്കും ഓരോ ഉദ്യോഗം. ചിലർ ഗവർണർമാരാ, ചില ആൾക്കാർ ഗവർണർമാരാണ്, ചില ആൾക്കാർ സക്കാത്തിന്റെ പിരിവുകാരാ, ചില ഹാസിനുകളാ, ചില നീതിമാന്മാരാ, ന്യായാധിപന്മാരാ, പല ജോലിയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഉദ്യോഗം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പറയും, ഇന്ന ജോലിയുടെ ഗൗരവം അറിയാലോ, ആ ഗൗരവം ഇങ്ങനെ കൈകാര്യം ചെയ്യണം എന്നല്ല പറയാറ്. ആ ജോലികളെ കുറിച്ചൊക്കെ പഠിപ്പിക്കും. ഇത് ഇന്ന ജോലി നിങ്ങൾക്കുള്ള, പക്ഷെ ഏറ്റവും പ്രധാനം പക്ഷെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും ഗൗരവത്തോടെ കാണുന്നത് നമസ്കാരമാണ് എന്നാണ്. എന്റെ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾക്ക് ഇന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്, പക്ഷെ ആ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോഴും ഞാൻ പറയുന്നു, ഈ ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ നിങ്ങളുടെ നമസ്കാരത്തിന് തടസ്സമാകാൻ പാടില്ല. അത് മാത്രമല്ല, നമസ്കാരമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം, കൃത്യമായി നമസ്കരിക്കണേ എന്ന് എല്ലാ ഉദ്യോഗസ്ഥരോടും പറയുന്നതാണ്. നിസ്കാരം അത് ഒഴിവാക്കാൻ പാടില്ല. കൃത്യമായി നമസ്കാരം, ആ നമസ്കാരം ശരിയായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയത്തിൽ ഈ പേടിയില്ല. നിങ്ങൾ സമൂഹത്തെ വഞ്ചിക്കില്ല, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ അക്രമം കാണിക്കില്ല. അതൊരു ധാർമ്മിക ബോധം, ഒരു മനുഷ്യന് വല്ലാത്തൊരു ധാർമ്മിക ബോധം സൃഷ്ടിക്കാൻ നമസ്കാരത്തിന് കൊണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് യാഥാർത്ഥ്യമാണ്, അതൊക്കെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഒരു സമൂഹത്തിന് ഒരു ധാർമ്മിക ബോധം പകർന്നു കൊടുക്കാൻ അവന്റെ കൃത്യമായ നമസ്കാരം മതിയാകുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചതുകൊണ്ട് തന്റെ എംപ്ലോയീസിനോട്, ഉദ്യോഗസ്ഥന്മാരോട് കൃത്യമായി പറയാറുണ്ട്, ഒരു കാരണവശാലും നമസ്കാരം നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല, നമസ്കാരം മുറുകെ പിടിക്കണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടും. അത്ര ഗൗരവമുണ്ട് നമസ്കാരത്തിന്. ആ നമസ്കാരമാണ് യഥേഷ്ടം നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ കണക്കാക്കുന്നത് ഇവിടെ പാവപ്പെട്ടവർക്ക് ഒരു ഗതിയുമില്ലാതെ പരഗതിയുമില്ലാതെ ജീവിക്കുന്ന സാധാരണക്കാരന് പ്രാർത്ഥിക്കാൻ ഒരു അവസ്ഥയാണ് പള്ളികൾ അല്ലെങ്കിൽ ആരാധനകൾ അല്ലെങ്കിൽ നമസ്കാരങ്ങൾ എന്ന് കണക്കാക്കുന്നത്. ഒരു ഗതിയില്ല, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. അപ്പൊ അവൻ നമസ്കരിച്ചാലേ രക്ഷയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബുദ്ധിമുട്ടില്ലല്ലോ. എന്റെ കഴിവ് കൊണ്ടും മിടുക്ക് കൊണ്ടും കാര്യങ്ങളൊക്കെ ഇതുവരെ നന്നായി നടക്കുന്നുണ്ട്.
ദുനിയാവ് എൻ്റെ പിടിയിലാണുള്ളത്. എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം ഞാൻ കൈകാര്യം ചെയ്യാൻ ഞാൻ പര്യാപ്തനാണ്. അതുകൊണ്ട് ഇനിയൊരു സഹായത്തിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. റബ്ബിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നവർ പോലും എൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകൾ താഴ്ത്തുക എന്ന് ഈഗോ അടിക്കുന്ന ആൾക്കാർ നമുക്കിടയിൽ കാണാൻ കഴിയും. സമൂഹത്തിലെ വലിയ മാന്യന്മാർ, ഒരുപാട് മാന്യന്മാർ നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിലെ നമസ്കരിക്കാറില്ല. ഒരു സദസ്സ് പക്ഷേ അവരെന്ത് ചെയ്യും? എല്ലാവരും വിളിച്ചിരുത്തും, ഇരിക്കിങ്ങോട്ട്. അവരെ നേതാവ്, പല സദസ്സുകളുടെയും നേതാക്കൾ അവരാണ്. വിവാഹവേദികൾ അവർ കൈകാര്യം ചെയ്യും. ഒരു മരണ വീട്ടിൽ അവരാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടുത്തെ കാരണവന്മാർ. അവരായിരിക്കും ഡയറക്ഷൻ ചെയ്യുക. വെള്ളയും ഇട്ട് ചില ആൾക്കാർ കടന്നു വരും. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ. ചില മാന്യന്മാർ അങ്ങനെയാണ്. വസ്ത്രത്തെ അങ്ങനെ ചേർത്ത് പറഞ്ഞതല്ല. കുറെ ആൾക്കാർ അങ്ങനെ കാണാൻ കഴിയും, എല്ലാ നാട്ടിലും കാണാൻ കഴിയും. പക്ഷെ നിസ്കാരം പോലും ഉണ്ടാവില്ല. എന്നാൽ 5 നേരം നിസ്കരിക്കുന്ന പാവങ്ങൾ പോലും ഓരത്ത് നിൽക്കുമ്പോൾ, ഒരു കർത്തവ്യത്തിന്, കല്യാണത്തിന്റെ ഒരു ഓരത്ത് നിൽക്കുമ്പോൾ ഇവരൊക്കെ അവിടുത്തെ വിശിഷ്ടാതികളായി നിളിഞ്ഞിരിക്കും. ഈ നിളിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വരും. ഇവരെല്ലാവരും പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ വരുമ്പോൾ ഈ സാധാരണക്കാരും അവിടെ ഉണ്ടാകും. ആരും പരിഗണിക്കാതെ ഓരത്ത് നിന്നവർ, ആരും വിളിച്ചിരുത്താത്ത സാധാരണക്കാർ, 5 നേരം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നിസ്കരിച്ച് ജീവിച്ച ചെറിയ ആൾക്കാർ, ചെരുപ്പ് കുത്തിയായി ജീവിച്ച മനുഷ്യരായിരിക്കും, അല്ലെങ്കിൽ മീൻ വിറ്റ് ജീവിച്ച ആൾക്കാരായിരിക്കും, ടാപ്പിങ്ങിന് പോയ സാധാരണ തൊഴിലാളിയായിരിക്കും, ഓട്ടോ ഡ്രൈവറായിരിക്കും. ഈ പാവങ്ങള് എല്ലാവരും ഓരവൽക്കരിച്ചിട്ട് പാർശ്വവൽക്കരിച്ച് ഒതുക്കി നിർത്തിയ ഈ സാധാരണക്കാർ പടച്ചവന്റെ മുമ്പിൽ വരുമ്പോൾ അവരുടെ നമസ്കാരങ്ങൾ അവർക്ക് വേണ്ടി സാക്ഷി നിൽക്കും. അവരൊക്കെ സ്വർഗത്തിലേക്ക് പോകും. അവർ നോക്കുമ്പോ ഇവിടുത്തെ മാന്യന്മാരൊക്കെ നരകത്തില്ല. ഇവിടുത്തെ മാന്യന്മാര്, ആൾക്കാരൊക്കെ തലയിലെടുത്ത് വെച്ചവർ, ആദരിച്ചവർ, ബഹുമാനിച്ചവർ, അവരൊക്കെ നരകത്തിൽ കിടക്കുന്ന കാഴ്ച കണ്ടുകയും എന്ത് പറ്റി നിങ്ങളൊക്കെ നരകത്തിൽ പോയല്ലോ എന്ന്. മാസലക്കും ഫീ സക്കർ. മറുപടി ഒന്നേ ഉള്ളൂ, ലം നകും മിനൽ മുസല്ലീൻ വലം നകുൻ നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ ഹത്താ അതനൽ യഖീൻ. നിങ്ങളെപ്പോലെ നമ്മൾ നിസ്കരിച്ചില്ലല്ലോ എന്ന്, നിങ്ങളെപ്പോലെ നമ്മൾ നിസ്കരിച്ചില്ലല്ലോ എന്ന്. വലിയ വേഷവും പകർച്ചയൊക്കെ ഉണ്ടായിരുന്നു, നാട്ടുകാരൊക്കെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കയ്യടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമസ്കരിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. നമ്മൾ ആൾക്കാരെ സഹായിക്കാൻ നമുക്ക് മനസ്സ് തോന്നിയിട്ടില്ല. മരണം വരുന്ന നിമിഷം വരെയും ജീവിതത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടില്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി, പക്ഷെ ഇനി അവസരമില്ലല്ലോ എന്ന്. അങ്ങനെ മാന്യന്മാരെ നരകത്തിൽ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. സാധാരണക്കാർ സ്വർഗത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഈ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാത്തൊരു മനുഷ്യന് അള്ളാഹുവിന്റെ സ്വർഗം നിഷിദ്ധം തന്നെയാണ്. ഈ ദുനിയാവിൽ കൃത്യമായ ജീവിതത്തിൽ കൃത്യമായി 24 മണിക്കൂറുള്ള ദിവസത്തിൽ കൃത്യമായി നമസ്കരിക്കാൻ കഴിയാത്തൊരു വിശ്വാസിക്ക് തീർച്ചയായിട്ടും അള്ളാഹിന്റെ മുമ്പിൽ വിശ്വാസത്തിന്റെ പേരിൽ അവകാശവാദം നീക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ഈമാനുള്ളവരായിരുന്നു അല്ലാഹുവേ എന്ന് പറഞ്ഞ് ഒരു അവകാശവാദം സ്ഥാപിക്കാൻ നമസ്കരിക്കാത്തവന് കഴിയില്ല. അതാണ് റസൂൽ പറഞ്ഞ് നമസ്കാരം മുറുകെ പിടിക്കും മനുഷ്യരെ എന്ന്. ഒരു മിനിമം യോഗ്യതയാണ് നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കാനും സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനുമുള്ള ഒരു മനുഷ്യന്റെ മിനിമം യോഗ്യതയിൽപ്പെട്ടത് തന്നെയാണ് നമസ്കാരം. അതങ്ങനെ യഥേഷ്ടം ഒഴിവാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ പിറകെ പാഞ്ഞാൽ ഒരിടത്തും എത്തില്ല. ഗൗരവത്തോടെ മനസ്സിലാക്കുക, ചിന്തിച്ച് ജീവിതത്തിൽ നിഷ്ഠയോടെ ജീവിതത്തിൽ നമസ്കാരം പകർത്തി നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കഴിവിന്റെ പരമാവധി കൃത്യമായി അവ്വൽ വക്തത്തിൽ നമസ്കാരം നിലനിർത്തി ജീവിച്ചു പോകാൻ ഓരോ വിശ്വാസികളും പ്രതിജ്ഞാബദ്ധരാകണം. അതിനുള്ള ശ്രമം നടത്തണം. അല്ലാഹു മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ജീവിതചര്യയും ലോകത്തേറ്റവും ഉത്കൃഷ്ടമായ ജീവിതചര്യയാണെന്നും അത് പിൻപറ്റേണ്ടത് ഓരോ കാലഘട്ടത്തിലുമുള്ള വിശ്വാസികളുടെ ബാധ്യതയാണെന്നും വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആ നിലയിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമീപിക്കുന്നത്. വമൻ അഹ്സനു ദീന മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹിം ഹനീഫ എന്ന്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചര്യയെ പരിപൂർണമായി പിൻപറ്റുകയും അള്ളാഹുവിനെ സമ്പൂർണ്ണമായി കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാൾ മഹത്തരമായ മതത്തിൻ്റെ വക്താവ് ആരാണെന്ന് ഖുർആൻ ചോദിക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതചര്യയെ അള്ളാഹു ഉയർത്തി പറയുന്നതും ആ ചരിത്രത്തെ വിശദീകരിക്കുന്നതും. ആ മഹാനുഭാവൻ്റെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ, ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയ സുപ്രധാനമായ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനകൾ, ഓരോ പ്രാർത്ഥനകളും ഏറ്റവും വലിയ സന്ദേശങ്ങൾ കൂടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകൾ പഠിപ്പിക്കുക കൂടിയാണ് ഖുർആൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിലൊക്കെ ഉപരിയായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, അത് വിശദീകരിക്കുന്നത്. അതിലൊരു പ്രാർത്ഥന എങ്ങനെയാണ്, റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ അല്ലാഹുവേ. അതുപോലെ എൻ്റെ സന്താനങ്ങളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാഹുവേ. എൻ്റെ പ്രാർത്ഥനകളൊക്കെ നീ സ്വീകരിക്കണേ നാഥാ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമസ്കാരമുണ്ട്. നമസ്കാരം ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സമുദായത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട ഒരു അമലല്ല. സർവ്വചരാചരങ്ങളോടും സർവ്വകാലത്തും അല്ലാഹു ആവശ്യപ്പെടുന്ന ഒരു അനുഷ്ഠാനമാണ് നമസ്കാരം. അതിന് രൂപവും ഭാവവും വ്യത്യാസം ഉണ്ടാവും. പഴയ കാലത്തെ നിസ്കാരമല്ല ഇപ്പോൾ നിസ്കരിക്കുന്നത്. റുക്കോയില്ലാത്ത നമസ്കാരം നമസ്കരിച്ച ആൾക്കാരുണ്ട്. അതുപോലെ വ്യത്യസ്തങ്ങളായി നമസ്കാരത്തിന് വേറെ രൂപങ്ങൾ പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും അല്ലാഹു ആവശ്യപ്പെടുന്നത് നമസ്കരിക്കണമെന്ന് തന്നെയാണ്. നമുക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നോക്കിയാൽ അവിടെയും കാണാൻ കഴിയും. മൂസാ നബി അലൈഹി ഇസ്ലാമാണ് നമസ്കാരം കൽപ്പിക്കുന്നത്, എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കണമെന്ന്. സൂറത്ത് ത്വാഹയിൽ ഈസാ നബി അലൈഹി ഇസ്ലാമും കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പറയുന്നത്, എന്നോട് റബ്ബ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമസ്കരിക്കാനാണ്, സക്കാത്ത് കൊടുക്കാനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ പ്രവാചകന്മാരും ഓരോ കാലഘട്ടത്തിലെ സമൂഹവും നമസ്കരിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവേ നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ എന്നെന്ന്, എൻ്റെ സന്താനങ്ങളെയും. ഈ നമസ്കരിക്കുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, നമസ്കരിക്കാത്ത ആളല്ല. പക്ഷെ എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്, ഇന്നും ഞാൻ നമസ്കരിച്ചിട്ടുണ്ടല്ലോ, നാളെയും ഞാൻ നമസ്കരിക്കണമല്ലോ, എൻ്റെ മരണം വരെയും ഞാൻ നമസ്കരിക്കണമല്ലോ, മറ്റെന്തിനേക്കാളും നമസ്കാരത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കണമല്ലോ. ദുനിയാവിൻ്റെ മോഹങ്ങൾ ഒരിക്കലും എൻ്റെ നമസ്കാരത്തിന് തടസ്സമാകാൻ പാടില്ല. അതിൻ്റെ സഹായം റബ്ബേ നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന്. ഈ ദുനിയാവിൻ്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഒന്നും എൻ്റെ നമസ്കാരത്തിന് തടസ്സമാകാൻ പാടില്ല. അതിന് ആശുപത്രിയിലായിരിക്കാം, യാത്രയിലായിരിക്കാം, എവിടെയാണെങ്കിലും ഒരു ഘട്ടത്തിലും ഒരു സാഹചര്യത്തിലും നമസ്കാരം ഒഴിവാക്കാൻ അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. അങ്ങനെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമസ്കാരത്തിൽ നമ്മളെ തട്ടിമാറ്റാതിരിക്കാനുള്ള വലിയ തൗഫീക്ക് അത് റബ്ബിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമല്ലോ. ആ തൗഫീക്ക് അദ്ദേഹം ചോദിക്കുന്ന, അല്ലാഹുവേ എന്നെ നമസ്കാരക്കാരനാക്കണം, എന്നും കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവനാക്കണം, മറ്റെന്തിനേക്കാളും നമസ്കാരത്തിന് മുൻഗണന കൊടുക്കുന്ന വ്യക്തിയാക്കണമെന്ന്. ഒരു മനുഷ്യൻ്റെ നമസ്കാരം, ഒരു നേരത്തെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ കുടുംബവും സന്താനങ്ങളും സമ്പത്തുക്കളും നഷ്ടപ്പെട്ടു പോയതുപോലെ വലിയ നഷ്ടമാണ് അതെന്ന് റസൂൽ പഠിപ്പിക്കുന്നത്. റസൂലിന്റെ ഹദീസിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഒരു നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അവന് കുടുംബവും സന്താനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടതുപോലെ വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത്ര വലിയ നഷ്ടമാണത്. അതുകൊണ്ടാണ് എല്ലാത്തിനും മുകളിൽ നമസ്കാരത്തെ കൊണ്ടുവെക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് വലിയ സന്ദേശമാണ്, അത് വലിയ പ്രതീക്ഷയുമാണ്. റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ചത് നമസ്കാരത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രതീക്ഷ വെക്കുന്നത് നമസ്കാരത്തിലാണ്. എൻ്റെ സന്താനത്തെ, എൻ്റെ കൈക്കുഞ്ഞിനെയും എൻ്റെ ഭാര്യയും ഞാൻ ഈ മണ്ണിൽ വിട്ടുപോകുന്നു, അല്ലാ ഇവിടെ ജീവിക്കാൻ ഒരു അവസ്ഥയും ഇല്ല, എനിക്കറിയാം, എല്ലാം അറിയാം വ്യക്തമായിട്ട്. പക്ഷേ എൻ്റെ പ്രതീക്ഷ എന്തെന്നറിയുമോ? റബ്ബനാ ലിയുഖീമുസ്സലാ, അവർ നമസ്കരിക്കുമല്ലോ എന്ന്. അവർക്ക് നീ ഉണ്ടല്ല, അവർ നമസ്കരിക്കും. അവർക്ക് നമസ്കാരമുണ്ട്. ഈ മണ്ണിൽ നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ ചേർത്ത് പിടിക്കേണ്ട ബാധ്യത നിനക്കുണ്ടല്ല. അല്ല, നീ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്ക് നമസ്കാരം കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഭാര്യയ്ക്കും കുഞ്ഞിനും എന്താ കൊടുത്തത്? ഒരു ദിവസം കുടിക്കാനുള്ള വെള്ളവും ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണവും കൊടുത്തിട്ട് പിന്നെ എന്താ കൊടുത്തത്? കയ്യില് നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ഹാജറിനെ നിസ്കരിക്കും, അവർ നിസ്കരിക്കും. നിസ്കാരം മാത്രമേ കൈ കൊടുത്തിട്ടുള്ളൂ. ഒരു ദിവസത്തെ ആഹാരവും ഒരു തവണ ഉടുത്ത വസ്ത്രവും അല്ലാതെ, അന്ന് ഉടുക്കുന്ന വസ്ത്രവും അല്ലാതെ ഒരുപാടങ്ങും പെട്ടിയിൽ കൊണ്ടുപോയിട്ടില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷെ കൈ കൊടുത്തിട്ട് പോയത് നിസ്കാരമാണ്. നിസ്കരിക്കുന്നവരെ ഏറ്റെടുക്കാൻ അല്ലാഹു ഉണ്ടാകുമെന്ന് അതാ പ്രതീക്ഷ. റബ്ബനാ ലിയുഖീമുസ്സലാ എന്ന് റസൂലിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ നമസ്കാരമാണ്. സങ്കടങ്ങൾ ഒരു ഓടിപ്പോകും ആരെടുക്കലേക്ക്. നമുക്കൊരു പ്രശ്നമുണ്ടായാൽ, ഒരു സങ്കടമുണ്ടായാൽ നമ്മൾ ഓടിപ്പോകും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവന്റെ മുമ്പിലേക്ക്. അത് അവരോട് പറയും, ഫോൺ വിളിച്ചെങ്കിലും പറയും. മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ സങ്കടത്തിന്റെ ഭാരം കുറയും, സ്വാഭാവികമാണ്. പക്ഷെ റസൂൽ സങ്കടങ്ങൾ എവിടെ ഇറക്കി വെക്കുന്നറിയുമോ? ഏത് പ്രശ്നമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും ഓടിപ്പോയി പറയുന്നത് അള്ളാഹുവിനോടാ. ഒരു മനുഷ്യൻ അവന് സങ്കടം പറയാൻ പറ്റിയ ഏറ്റവും നല്ല ആള് അള്ളാഹു തന്നെയാണ്. പരിഹരിക്കാൻ കഴിയുന്നവരോട് ആവശ്യങ്ങൾ പറയണം, പരിഹരിക്കാൻ കഴിയുന്നവനോട് സങ്കടങ്ങൾ പറയണം, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നവരോട് പറയണം. ഒന്ന് കാർമേഘം ഇരുട്ടി കയറുമ്പോൾ ഇതിന്റെ പുറകിലും അതാപുണ്ടോ എന്ന് ഭയക്കും. കാറ്റടിച്ചു വീഴുമ്പോൾ ഇതിന്റെ ഉള്ളിലും അതാപ് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ഭയക്കുമ്പോൾ ആ സമയത്തിലെല്ലാം റസൂൽ ഓടിപ്പോകുന്നത് അള്ളാഹുവിനെ നമസ്കരിക്കാൻ വേണ്ടിയാണ്. നമസ്കാരത്തിലേക്ക് ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ തന്നെ സങ്കടം ഇറക്കി വെക്കും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കൊടുക്കുന്ന ഒരു കുളിർമയും ആശ്വാസവും വളരെ വലുതാണ്. ഏത് പ്രതിസന്ധിയിലും വിശ്വാസി കടന്നു പോകുമ്പോൾ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് എന്ന പ്രശ്നമില്ലാതുള്ളത് എന്നും പ്രശ്നമാണ്. ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നു. അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും മനുഷ്യരെ. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കണം സഹായം. എങ്ങനെ ചോദിക്കണം? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും എൻ്റെ തീരുമാനമാണെന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് സഹിക്കുക, ക്ഷമിക്കുക, അതാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സഹിച്ചും ക്ഷമിച്ചും നിങ്ങൾ ഈ ആദർശത്തോടെ മുന്നോട്ട് പോവുക. എന്നിട്ടോ നമസ്കരിച്ചിട്ട് സഹായം ചോദിക്കാൻ. നമസ്കരിച്ചിട്ട് ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ എന്നോട് നമസ്കരിച്ച് പറയ്, ഞാൻ പരിഹരിക്കാന്ന് അള്ളാഹു പറയാണ്.
മനുഷ്യന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനും അവന് ഏത് പ്രശ്നത്തിൽ നിന്നും ഒന്ന് മോചനം കിട്ടാനും അവന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടാനും ആശ്രയിക്കാവുന്ന ഒരു അമൽ കൂടിയാണ് നമസ്കാരം. ആ നമസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നുള്ളത് ഒരു വിശ്വാസി ബാധ്യതയായിട്ട് എടുക്കണം. റബ്ബിനോട് അതിനൊരു തൗഫീഖ് ചോദിക്കണം. അല്ലാഹുമ്മ ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയതി എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന ഉണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് കൂടിയാണ്. അത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുവേ, നമ്മളെല്ലാം കൃത്യമായി 5 നേര നമസ്കാരവും കൃത്യമായി അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്ന ഒരു വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശമായ ഒരു നിലപാട് നമസ്കാരത്തെ വിഷയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തികളാക്കി നമ്മളെ നിലനിർത്തണേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യത കൂടിയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും അള്ളാഹുവിന് വേണ്ടി മരണം വരെയും നമസ്കാരത്തിൽ വീഴ്ച കൂടാതെ മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ നമ്മൾ സക്സസ് ആണ് ജീവിതത്തിൽ. പരിശോധിക്കുമ്പോൾ ആദ്യ പരിശോധനയിൽ തന്നെ വിജയം കിട്ടിയാൽ പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഗൗരവത്തോടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.